ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ബിനെ ഹെറിറ്റേജിലാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഗൈസ്. ഞാനുണ്ട്, ഷെമിയുണ്ട്, ആയിഷുണ്ട്, മുബാസ് ഉണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വ്ലോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നേയില്ല. ഒന്നാമത് ഷെമി ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് ആ വ്ലോഗൊന്നും എടുത്തല്ല. ഞങ്ങൾ പതുക്കെ 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 ഇവിടെ റോഡ് പണി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചേ പോകുന്നുള്ളൂ. അപ്പൊ അതിന്റെ അടുക്ക് വ്ലോഗ് എടുക്കുക എല്ലാം കൂടി നടക്കൂല എന്ന് വിചാരിച്ചത് കൊണ്ട് ആ വ്ലോഗ് ആ സമയത്ത് വരുന്ന ടൈമിലുള്ള വ്ലോഗ് ഒഴിവാക്കി. അപ്പൊ ഏതായാലും ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ അത്യാവശ്യം അടിപൊളിയായ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവിടുന്ന് ഏതായാലും ഇൻട്രോ എടുത്തിട്ട് റൂമിലേക്ക് കയറാന്ന് വിചാരിച്ചു. അപ്പം റൂമും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഗൈസ് ഷെമി അതാകണ അവിടാണ് ഇരിക്കുന്നത് കേട്ടതാ, കണ്ടില്ലേ? കണ്ടോ. അപ്പൊ ഏതായാലും ഞങ്ങള് ഷെമിക്ക് ചെറിയൊരു സർപ്രൈസ് കൂടി ഇവിടെ സെറ്റ് ആക്കണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. എങ്ങനെയാണെന്ന് അറിയൂല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതായാലും നോക്കാം. അപ്പൊ നമ്മൾ ഷെമിന്റെ അടുത്തേക്ക് പോവുകയാണ് ഗൈസ്. ബാ ആയിഷു കാത്തൂല് തന്നെ കാത്തൂല് തന്നെ റൂമൊക്കെ ഉണ്ട്. റൂമൊക്കെ സെറ്റ് ആണ്. റൂം അവിടെ ഇപ്പൊ റൂം ഇപ്പൊ റെഡി ആവൂലേ? ഇപ്പൊ റെഡി ആക്കൂലേ റൂം? സാധനം എടുത്തില്ല. സാധനം എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. രാവിലെ പോകുന്നാണല്ലോ. യാത്ര ചെയ്യാനുണ്ട്. ഞങ്ങൾ വരുന്ന ടൈമിൽ വ്ലോഗ് എടുത്തില്ല. വ്ലോഗ് എടുക്കാതെ ഒന്നാമത് റോഡും മോശമല്ലേ. അപ്പൊ ഞങ്ങൾ വ്ലോഗ് എടുക്കാണ്ട് പോന്നതാ. അതെ അടിപൊളി. ഇവനെന്താ വീഡിയോയിലുണ്ട്, നീ വൈറലാണ്. ഓക്കെ. അപ്പൊ ഇവിടെ റൂം നമ്മള് വിചാരിച്ച റൂം ഫുള്ളാണ്. ഡോക്ടേഴ്സിന്റെ കോൺഫറൻസ് നിങ്ങളുടെ റൂം നാളേക്ക് സെറ്റ് ആണ്. ഇപ്പൊ ഓൾറെഡി നമ്മൾ നിങ്ങളുടെ സ്പെഷ്യൽ റൂം തന്നെ ഡോക്ടേഴ്സ് ഹയാത്തിൽ ഫുൾ ആയിട്ട്. എന്തായാലും ഷെമി സന്തോഷം കേട്ടോ. ചാടിക്ക് പോകുന്ന ഷെമി തന്നെ കാണാൻ. ഷെഫിയോട് പറയാ ഷെമി തന്നെ കാണാൻ വരെ. സുന്ദരിയായി. ഏത് വർക്കൗട്ട് ചെയ്യല്? ആശ അങ്ങോട്ടേക്ക് കാത്തും കണ്ടിട്ട് നീ കാത്തുവാണ് അടിപൊളി റൂമാട്ടാ. നമ്മളെ റൂം ഇതാക്കണ ഗൈസ്. ഷെമി എങ്ങനെയുണ്ട്? റൂം എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇഷ്ടായോ? എനിക്ക് പിന്നെ സുഖമില്ലാത്ത ഷെഫ് ഇപ്പൊ നല്ല റൂമേ സെലക്ട് ചെയ്തു. നല്ല ആക്ഷനൊക്കെ ഉണ്ടല്ലോ. അല്ല അങ്ങനല്ല, അതല്ല ഷെമിക്ക് എഴുതണൊന്നും പറ്റരുത്. തൃശ്ശൂർ വരെ ഞാൻ എങ്ങനെ എത്തിയാ നിക്കാൻ ഭയങ്കര ഇതില്ലേ, റോഡൊക്കെ ഭയങ്കര സീനാണ്. പിന്നെ ഇവിടെ എത്തിയപ്പോ നല്ല ആൾക്കാർ കിട്ടോ. അതെ ഷെഫി നമ്മളെ അടിപൊളി കേട്ടോ. ഷെഫി എന്താ പറയാ, ഭയങ്കര മുമ്പ് എന്നെ കാണാൻ വന്ന ഷെഫി അല്ല, ഭയങ്കര ഒരു കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആയോ എന്നൊരു അത് വെറും തോന്നിച്ചു. ഇപ്പൊ നേരെ തിരിച്ചല്ലേ നോക്കണത്. ഓക്കെ. ഇതാണ് നമ്മുടെ റൂം. മുബാസിന്റെ റൂം ഇപ്പൊ എവിടെ നമ്മൾ സെറ്റ് ആക്കുക? ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ. ഒന്നുണ്ട് ഇതില്? ഒന്നുമില്ല. ബാത്റൂം എപ്പോഴും ഇരിക്കും. അടിപൊളി. അപ്പൊ എന്നാല് ഞാനും മുബാസ് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ആക്കി വരാം കേട്ടോ. കോഫി പിന്നെന്താ വേണ്ടി? ഒന്നിനൊരു കുറവുണ്ടായിരുന്നു എന്റെ മോനെ. അപ്പൊ വേണ്ടിട്ട് പുറത്തിറങ്ങാൻ പോവാട്ടോ. ഇവിടെ സർപ്രൈസ് സെറ്റ് ആക്കിന്ന് പറഞ്ഞ. അപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞ്. സത്യം പറയുകയാണെങ്കിൽ തീരെ പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഇത് എനിക്കുള്ള സർപ്രൈസ് അല്ല, ഷെമിക്കുള്ള സർപ്രൈസ് ആണ്. അതിനെക്കൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. സംസാരിച്ചോ 2 വാക്ക്? ബേബി ഷവർ എന്തായാലും അങ്ങനെ തോന്നില്ല. അല്ല അങ്ങനെ എന്തൊരു സംഭവം അല്ലേനോ? അതിന്റെ പേരെന്തായാലും അല്ലടാ പൊട്ട. അതിന്റെ പേരെന്തായാലും ആശുതാ ഉറങ്ങിയ കേസ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങാൻ നേരത്ത് പോലെ ഇറങ്ങി സെറ്റ് ആക്കി. അപ്പൊ പിന്നെ വേഗം എടുത്ത് അതിന്റെ റിംഗ് ഒന്നും ഇട്ടില്ല. കൈമേലൊരു സാധനം ഇല്ലല്ലോ. ഏതായാലും ഞങ്ങൾ താഴോട്ട് ഇറങ്ങാൻ കേട്ടോ ഗൈസ്. ഒരു സാധനം വെച്ചിട്ട് കാണുന്നില്ല. എന്തൊക്കെ ആവും എനിക്ക് അറിയൂല. ഇത് വിചാരിക്കാത്തൊരു സംഭവമായിട്ട്. എടുത്ത് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. വേറെ പ്രശ്നമുണ്ട്. വ്ലോഗ് എടുക്കുന്ന സമയത്ത് ഫുൾ സോങ് അടിയില്. ഷെമി കേട്ടോ? ഷെമി എന്ത് ചെയ്യും സ്റ്റേജ് വന്ന് വിചാരിക്കുന്ന ടെൻഷനിലാണ്. I want you to hear words, you can say them back. I want you to feel free from the chains that last, and to believe
Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit, I got no love. അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് ഇതാക്കണ ഇവിടുന്ന് അധികം സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞു യു കണ്ടിന്യൂ ഇല്ല ഞങ്ങൾ വ്ളോഗിന് മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ. ഏതായാലും നമ്മൾ ഇതാ സർപ്രൈസ് ഒരുക്കിയതാക്കുന്ന ബലൂൺ ഉണ്ട്, കേക്ക് ഉണ്ട്, കുറെ ഐറ്റംസുകളൊക്കെ ഉണ്ട്. എനിക്ക് സർപ്രൈസ് അധികമായിട്ട് ഷഫീനാസിന്റെ ഒരു ഫാമിലി സലൂൺ ഓപ്പൺ ആയിട്ടുണ്ട്. നോർമലി ഞാൻ പറയാറ് മെട്രോ സിറ്റിയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് മെട്രോ സിറ്റിയിലേക്ക് എന്നാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ മെട്രോ സിറ്റിയിൽ നിന്ന് ഞാൻ വീണ്ടും നമ്മുടെ തൃശ്ശൂരില് നമ്മുടെ ബിനി ഹെറിറ്റേജില് നമ്മുടെ ഷഫീനാസിന്റെ ഫാമിലി സലൂൺ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ് ഇവർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടി ഫാമിലി. അപ്പോൾ നാളെയാണ് നമ്മുടെ ഇനോഗ്രേഷൻ സെറിമണി. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ സർപ്രൈസ് ആയിട്ട് അവർക്ക് ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കാണ്, അത് ഓപ്പൺ സ്റ്റേജില്. അപ്പോൾ പ്രത്യേകിച്ച് അറിയാമല്ലോ നമ്മള് എനിക്ക് തൃശ്ശൂർ, എൻ്റെ നാളെ തൃശ്ശൂരിലേക്ക് ഞാൻ വീണ്ടും നമ്മുടെ ബിനി ഹെറിറ്റേജ് നമുക്കറിയാം, ബോബി ചമ്മണ്ടൂർ പറഞ്ഞ പോലെ പഴയ ബിനി കുപ്പിയിലായ ഒരു അവസ്ഥയാണ് അല്ലേ. എല്ലാവരും തൃശ്ശൂരിന്റെ ആ ഒരു സൗന്ദര്യം എന്താ പറയാ നൈറ്റ് ലൈഫിലേക്ക് നമ്മൾ മാറി എന്നുള്ളതാണ്. എന്തായാലും ബിനി ഹെറിറ്റേജിന്റെ എല്ലാ ആളുകൾക്കും താങ്ക് യു. കാരണം ഇങ്ങനെ ഒരു സ്പേസ് ബിനി ഹെറിറ്റേജിൽ എനിക്ക് ഒരുക്കി തന്നതിന്. കാരണം നമുക്കറിയാം ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഗ്രൂമിംഗ് ഇല്ലാതെ ആരും പുറത്തു പോകാറുണ്ട്. എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്, സെലിബ്രിറ്റീസ് ആണ്. അപ്പൊ എല്ലാവർക്കും ഗ്രൂമിംഗ് ഭയങ്കര അത്യാവശ്യമാണ്. അപ്പൊ നമ്മുടെ ഷഫീനാസ് ബിനി ഹെറിറ്റേജിലുണ്ട്, അതും ഫാമിലി സലൂൺ ആണ്. നൈറ്റ് 11 o'clock വരെയാണ് നമ്മുടെ ഓപ്പണിംഗ്. നമ്മുടെ ടി ഫാമിലിക്ക് ഇന്ന് സർപ്രൈസ് ആയിട്ടൊരു ട്രീറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഒപ്പം ജോയിൻ ചെയ്യാം. താങ്ക് യു ഓൾ. I want you to hear words, you can say them back. I want you to feel free from the chains that last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit, I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit, I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams into modestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages, a vacant modern kingdom. അതല്ല കോമഡി, ഇത് എടുത്തിങ്ങനെ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ബ്രോ, ഹാപ്പി ബർത്ത്ഡേ ബ്രോ അങ്ങനെ. എടാ ഇവിടുത്തെ ആർക്കും അറിയൂലെന്ന് തോന്നുന്നു എന്താ പരിപാടി എന്നുള്ളത്. ഞാൻ പറഞ്ഞ പുതിയ ബേബി ഉണ്ടാകുന്നതിനുള്ള സർപ്രൈസ് തന്നതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്ത് കിട്ടണോല്. പിന്നെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറയുന്നവരോട് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ ആക്കിക്കാനേ. നിങ്ങൾ കഴിച്ചില്ലല്ലോ? എനിക്ക് വേണ്ട, രണ്ട് പോരാൻ. അല്ല എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ എന്താന്ന് മനസ്സിലാണല്ലോ ആർക്കും. സംസാരിക്കണോ? ഇല്ലല്ല, എനിക്കൊന്നും സംസാരിക്കാനില്ല. സംസാരിച്ച് കൊളാക്കണോ? ഇല്ല, ഞാൻ ആവും നിക്കിങ്ങനെ തോന്നുക. അപ്പൊ നമുക്കറിയില്ല ഇന്നത്തെ കാലഘട്ടം ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. ലിവിങ് ടുഗദറിന്റെ കാലഘട്ടമാണ്. ഞാനിപ്പോ കൊച്ചിയിലുണ്ട് അല്ലെങ്കിൽ മുംബൈയിലുണ്ട്. പക്ഷെ എൻ്റെ ഈ ഒരു ഫസ്റ്റ് ഷെഫീം വന്നു പോയ സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു മാഷാ അല്ലാഹ് ഇവർ വന്നു. കാരണം ഏത് ഇൻഫ്ലുവൻസേഴ്സ് വരുന്നതിനേക്കാളും കൂടുതൽ പോസിറ്റീവായിട്ടാണ് എനിക്ക് റിവ്യൂസ് എല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്ന് കേട്ടത്. കാരണം എല്ലാവരുടെ ലൈഫിലും സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ട്. പക്ഷെ 99% ആളുകളും പറയുന്നത് കേട്ടിരിക്കാൻ ഒരാളില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ബിസി ലൈഫ്, ബിസി ഷെഡ്യൂളാണ്. അപ്പോൾ ഷെഫീനെയും ഷെമീനെയും മുമ്പ് ഞാൻ വന്നപ്പോൾ കണ്ടൊരു കാര്യം, ഷെഫീനെ കുഞ്ഞു കുട്ടി പോലെയാണ് ഷെമി കൊണ്ടുനടക്കുന്നത് ഞാൻ കണ്ടത്. അത് നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ അറിയാവുന്ന കാര്യമാണ് ഷെഫി എങ്ങനെ കൊണ്ടുനടത്തിയിരുന്നത്. പക്ഷെ ഇന്ന് നേരെ മറിച്ചല്ലേ, ഐശുവിനെ കൊണ്ടുനടക്കുന്ന പോലെയാണ് ഷെമീനെ ഷെഫി കൊണ്ടുനടക്കുന്നത്. മാഷാ അല്ലാഹ് പഠിച്ചവനെ അനുഗ്രഹിക്കട്ടെ. എന്തായാലും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന വേണം. നമ്മുടെ എന്താ പറയുക, ഈ 9 month കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ എടുക്കേണ്ടി വരും. പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റൊരു മൈൻഡിൻ്റെ പോസിറ്റിവിറ്റി വേണ്ടി അതിനൊന്നും ആവശ്യമില്ല.
എന്തായാലും ഇവരൊപ്പം ഞാനുണ്ട്, നിങ്ങളും. ഷെമി ഹാപ്പി അല്ലേ? അല്ല ഇപ്പൊ അശ്വിനെ പോലെ ഉണ്ടോ ഷെഫി നിന്നെ കൊണ്ടു നടക്കണത്? ശരിയാ. ഇപ്പൊ മുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ, അയ്യോ എന്തായിരുന്നു പറയാ, ഇപ്പൊ എങ്ങനെ സ്നേഹമൊക്കെ ഉണ്ടോ? എല്ലാരും ഭയങ്കര ത്രില്ല കേട്ടോ. അശു അപ്പൊ ഗൈസ് ഇതാക്കണ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞതാക്കണ ഫുഡിലേക്ക് കടന്നിരിക്കുന്നു. ഗൈസ് ഫുഡ് എപ്പടി ഇരിക്ക്? ഇതെന്താ ചിക്കൻ ലെഗ് പീസ് കൊടുക്കുന്നല്ലോ. ഐഷു കൈക്ക് ആയിഷ് എന്തിനാ കരീനെ? മുബാഷ് എന്താ പറഞ്ഞ ഐഷുന? പക്ഷെ അറ്റ കിട്ടുട്ടോ. എന്തൊക്കെ നമ്മള് വാങ്ങി? ഹൈദരാബാദി ചിക്കൻ 65 ബിരിയാണി. ഇതൊക്കെ തൃശ്ശൂരിലുള്ള എന്തൊക്കെ വെറൈറ്റി ഫുഡുകളാണ്, ബിരിയാണികളൊക്കെയാണ്. ഹൈദരാബാദ് തൃശ്ശൂരിന്റെ വെറൈറ്റി അല്ലല്ലോ, ഹൈദരാബാദിന്റെ വെറൈറ്റി അല്ലോ മുബാസ്. സ്പെഷ്യൽ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മുബാസ്. ഏതായാലും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതെന്താ ചിക്കന്റെ 65 എന്തോ ഒരു ബിരിയാണി ആണത്. കണ്ടപ്പോ വാങ്ങിയതാ. നേരോ എന്നിട്ട് ബിരിയാണി അത്. ഞാൻ മുബാസിനോട് പറഞ്ഞു, മുബാസെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അത് വാങ്ങിക്കൊണ്ടുവരും, അത് മതി നമ്മൾ കഴിക്കരുന്ന്. ഏതായാലും മുബാസിന്റെ എല്ലായിടത്തും ഫ്ലോപ്പ് ആളുണ്ടോ ഷെമിയെ? ഫ്ലോപ്പ് ആളുണ്ടോ മുബാസെ? ഓക്കെ, അപ്പൊ ഏതായാലും ഗൈസ് ഞങ്ങൾ ഏതായാലും ഫുഡ് കഴിക്കട്ടെ. പിന്നെ ഇനി നിങ്ങൾ ഉറങ്ങുകയാണ്, കാരണം നമ്മൾ അവിടുന്ന് ഇവിടെ വരെ എത്തി, പിന്നെ റെസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഇതാക്കണ ഈ ഒരു സർപ്രൈസ് ഒരുപാട് സന്തോഷം. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഇവിടുന്നും കാണാൻ പറ്റി, അവർക്ക് എല്ലാവർക്കും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടി. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ചെറിയ മധുരം കൊടുക്കാനൊക്കെ പറ്റിയല്ലോ, ഒരുപാട് സന്തോഷം. ഷെമേ അപ്പൊ ഏതായാലും ഈ വീഡിയോ വെച്ച് അതിന്റെ പേയാണ്. പിന്നെ ഷെമിന്റെ എപ്പോഴും ഉള്ള പേടി എന്താണെന്നറിയോ? കാരണം ഇത് ഫസ്റ്റ് സ്കാനിങ് പോലും കഴിഞ്ഞില്ലല്ലോ. അപ്പം ഇത് എന്താവുന്നുള്ള ഒരു പേടി ക്ഷമിക്കണ്ട, പക്ഷേക്കിൽ പേടിക്കണ്ട. അത് പഠിച്ചോ എന്താണ് വിചാരിച്ചത്, അത് നടക്കും. ഓക്കെ, അപ്പൊ ഏതായാലും ഗൈസ് ഈ വീഡിയോ വെച്ച് അതിന്റെ പേയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ എടുക്കാം. ബൈ ബൈ, ടാറ്റാ.